ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, അറിയാമല്ലോ, എല്ലാ ഞായറാഴ്ച ഞങ്ങൾ മുണ്ടയ്ക്കലാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ മുണ്ടയ്ക്കലോട്ട് പോകാൻ ഇറങ്ങുവാണ്. ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞില്ല വരുമെന്നുള്ള കാര്യം. ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയുള്ള റിസപ്ഷന് വന്നിട്ട് നേരെ അങ്ങോട്ട് വരുമായിരുന്നേ. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഗേറ്റ് തുറക്കുന്നു പറഞ്ഞ് വിളിക്കുമ്പോഴാണ് അവർ വരുന്ന കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ വന്ന ആ ഒരു ത്രില്ലിൽ ഓടിപ്പോയി ഞാനും ഗേറ്റ് തുറന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് TV ഇതുവരെ കൊണ്ടുവന്ന സാധനം പക്ഷേ ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കാശിയൊക്കെ ഭയങ്കര മൂഡ് ഓഫിലിരുന്ന സമയത്തായിരുന്നു അവർ വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു. അതാണ് ഞാൻ ചെറിയൊരു ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ അവരന്ന് ഇവിടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി കാശ് ഒരുപാട് പറഞ്ഞു. പക്ഷേ കുഞ്ഞിന് മരുന്നൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് ചേച്ചി അങ്ങ് പോയി നിന്നില്ല. അങ്ങനെ ചേച്ചിയോട് പിണക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ വന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് പൊടിവാവ കടയിൽ നിന്ന് മുട്ടായിയൊക്കെ എടുത്ത് കഴിക്കുകയും അതിൻ്റെ അതിൽ ഓരോ ടോയ്സൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിനി എനിക്ക് തീർന്നു, എല്ലാം കൂടെ കൂടുമ്പോൾ നല്ല രസമായിരിക്കും, കടയിൽ വാങ്ങിച്ചു വെക്കുന്നത് മൊത്തം തീർക്കും, നാശനഷ്ടമായിരിക്കും എന്നൊക്കെ അച്ഛനോട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അകത്തോട്ട് കയറി ചേച്ചിയുടെ അടുത്തോട്ട് വന്നപ്പോൾ ചേച്ചി പറയാം, എല്ലാ ഞായറാഴ്ച ഞങ്ങളുടെ വീഡിയോ എടുക്കല്ലേ, എല്ലാവരും പറയും ഇവളെല്ലാം ഞായറാഴ്ച ഇവിടെ ആണല്ലോ എന്ന് ഓർക്കും എന്നൊക്കെ ചേച്ചി പറയുവാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ നമ്മൾ വരുന്നതിന് ആരെന്തോ പറഞ്ഞിട്ട് എന്തോ കാര്യം, അവരുടെ ആരുടെയും ചിലവിനല്ലോ നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശ്രീമോൻ ഇപ്പോൾ എന്തായാലും അടങ്ങിയിരിക്കും, കൊച്ചനും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കൊച്ചൻ്റെ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാനത് ജോലി അങ്ങ് ഒതുക്കാൻ കൊഞ്ചൊക്കെ പൊളിച്ച് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസ്റ്റ് ഞാനങ്ങ് വെക്കാമെന്നും കയറി കയറി ചേച്ചി ചീനി പൊളിക്കുവാണ്, ചീനി വേവിക്കാനാണ്. അപ്പം കപ്പ ചീനി എന്നറിയാത്തവർ കാണും, അതുകൊണ്ടാണ് കപ്പയെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ കൊഞ്ച് ആദ്യം തന്നെ അങ്ങ് മസാല പുരട്ടി വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും പുരട്ടി ഞാനങ്ങ് വെക്കുവാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തിൽ ഏതൊക്കെയാണ് മസാല ഇരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ അറിയാം, ജീരകപ്പൊടിയും മസാലപ്പൊടിയും കൂടെ എല്ലാം മാറിപ്പോകും. അങ്ങനെ ഞാൻ മണപ്പിച്ചൊക്കെ നോക്കി എല്ലായിടത്തും എന്തുവായാലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊഞ്ച് 3-4 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ടായിരുന്നു. കഴുകി അതിൻ്റെ അകത്തിലെ ഒരു നാരുണ്ടല്ലോ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പൊളിച്ച് വെച്ചിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ മസാല എല്ലാം പുരട്ടി കുറച്ച് സമയം വെച്ചിട്ടാണ് പിന്നെ നമ്മളങ്ങ് പകുതി വറക്കണം. ഒരു നല്ലതായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന അത്രയും വേണ്ട, ഒന്ന് മൂത്തെടുത്താൽ മതി. അങ്ങനെ അതൊക്കെ ചെയ്യാനെ കൊണ്ട് പാനങ്ങ് അടുപ്പിലോട്ട് ഞാൻ വെച്ചു. പാൻ വെച്ച് കഴിഞ്ഞപ്പോൾ കാശി എന്നെ വിളിക്കുന്നു, അമ്മേരെ ഇപ്പോൾ വിളിക്കുന്നു, അങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ ഒരാൾ വന്നു, അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഈ സ്റ്റൗ ആണെങ്കിൽ ഒരുപാട് തീ കുറയ്ക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2-3 വട്ടം ശരിയാക്കിയെങ്കിലും അങ്ങോട്ട് റെഡി ആവുന്നില്ല, തീ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുക. അപ്പോൾ ഞാൻ പാൻ അടുപ്പേ വെക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എണ്ണ ഒഴിച്ച് ഇത് വെക്കാതെ എനിക്ക് പോരാനും പറ്റത്തില്ല, തീ പെട്ടെന്ന് അങ്ങ് അകത്തോട്ട് കയറും. അങ്ങനെ പിന്നെ ഞാൻ പറയുന്നത് ഒതുക്കിയിട്ട് വരാമെന്ന് അവരുടെ അടുത്ത് പറയുമായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ എല്ലാം കൊഞ്ച് നേരത്തെ വെച്ചു, എങ്കിലെല്ലാം പെട്ടെന്ന് അത് മൂത്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വലിയ പാനി വെച്ചത് പോലും. അങ്ങനെ പിന്നെ ഞാനതെല്ലാം എടുത്ത് നിരത്തി എല്ലാം റെഡി ആക്കുവാണേ. അപ്പം ഇന്ന് നമുക്ക് കൊഞ്ച് റോസ്റ്റും ചീനി വേവിച്ചതും മീൻ കറിയും രസവുമാണ്. മീൻ കറി അമ്മ വന്നിട്ടേ വെക്കത്തുള്ളൂ. ഞാൻ തേങ്ങയെല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട്, മാങ്ങ അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി പണിയൊക്കെ അമ്മയുടെ കയ്യിലാണ് കേട്ടോ. മീൻ കറി പിന്നെ അമ്മ വെച്ചാലേ ശരിയാവത്തുള്ളൂ, തേങ്ങാക്കറി ഒന്നും ഞാൻ വെച്ചാൽ അത്ര ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും എനിക്കറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ കൊഞ്ച് വറുത്തുകൊണ്ടിരുന്നപ്പോൾ കാശി ഓടിയൊന്ന് വന്നിട്ട് പറയാം, ആ വലിയ കൊഞ്ച് എനിക്ക് വേണേ. അതിൻ്റെ നിന്നിട്ട് സ്കാൻ ചെയ്യുമായിരുന്നു എത്ര കൊഞ്ചുണ്ട്, എത്ര വലിയ കൊഞ്ചുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ എന്നെ കാണിച്ചു തന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ആ കൊഞ്ച് വറുത്തതിങ്ങി മാറ്റിയിട്ട് ആ പാനിൽ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മൂപ്പിച്ചെടുത്തു. അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, നമ്മുടെ പിന്നെ ഇതുണ്ടല്ലോ പച്ചമുളകല്ല ഉണക്കമുളക് കേട്ടോ, അതുമെല്ലാം ഇട്ട് നമ്മൾ പിന്നെ കൊച്ചുള്ളി, സവാളയെല്ലാം ഇട്ട് വഴറ്റി അതിനകത്തിലോട്ട് കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ടോ. മല്ലിപ്പൊടി ചേർക്കത്തില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് മസാല ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കൊഞ്ചിട്ടു. എന്നിട്ട് നമ്മളത് വേവാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാതിരിക്കാൻ. അപ്പോൾ ചേച്ചി വന്നിരുന്ന് കാര്യമൊക്കെ പറയുവാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ആഴ്ചയിലൊക്കെയല്ലേ വരുന്ന ഉടനെ അവിടെ എങ്ങനെ ഉണ്ട്, പൊടിവാവ ഓക്കെ ആണോ, മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമോ, വെളിയിലൊക്കെ പോവുമോ എന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ വേസ്റ്റൊക്കെ ഉള്ളതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലോട്ട് അങ്ങ് ആക്കി. നമുക്ക് ഇത് വാഷ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഇല്ല, വെളിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഇവിടെ അകത്ത് തന്നെയാണ് കഴുകുന്നത്. ആ പാത്രത്തിൽ തന്നെ വേറെ വെള്ളം എടുത്ത് കഴുകി അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്.
അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും പുറത്തോട്ട് ഇറങ്ങാൻ പോകണം. ഇതാകുമ്പോൾ ഒരുമിച്ച് വെള്ളം കൊണ്ടങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് പൊടിച്ചേച്ചിയൊക്കെ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും പിരിവ് കഴിഞ്ഞ് വന്നു. അങ്ങനെ രണ്ടുപേരുടെ കളിയാണ്. അപ്പോൾ ശ്രീമോന് പൊടിവാവ എടുത്തേക്കുന്ന വെള്ളം വേണം. പൊടിവാവ വെള്ളം കൊടുക്കത്തില്ല. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഒരു മാംഗോ ഫ്രൂട്ട് എടുത്ത് കൊടുക്കുക, ഇത് വേണ്ട, ഈ വെള്ളം അത്ര കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ചേച്ചിക്ക് മിക്സി ശരിയാക്കണമായിരുന്നു. അതെല്ലാം ഭയങ്കര വെയിലായിരുന്നു. ശ്രീമോനുമായിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് എനിക്കിതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ കടകളിലെല്ലാം പോയിട്ട് വന്നിട്ട് വൈകിട്ട് പിന്നെ കുറച്ച് സമയം ശ്രീമോനെ ഉറക്കി കിടത്തുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ രാത്രി പിള്ളേരുടെ പരിപാടിയായിരുന്നു. പിള്ളേരവിടെ എന്തെന്തോ ഗെയിമൊക്കെ കളിക്കുമായിരുന്നു. അന്നേരം ഞങ്ങളിവിടെ വന്നിരുന്നതാണ്. അവിടെ വന്നപ്പോഴാണ് ഇവിടെ ഡാൻസ്, ഓണത്തിനേക്കുള്ള ഡാൻസ് പ്രാക്ടീസാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയും വന്നതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്നോട് പറയുന്നത്, വീഡിയോ എടുത്ത് നീ ഫോണിലിടെ, അങ്ങനെ ടി വി പോകാം, പരസ്യത്തിന് അഭിനയിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അമ്മയ്ക്ക് ടി വി ഞങ്ങളെയൊക്കെ കാണുന്നതും അമ്മയെ കാണിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഡാൻസ് കളിക്കും. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, തള്ളേ നിങ്ങൾ അടങ്ങിയിരിക്കുക, നിങ്ങൾ വൈറലാവുകയെ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അമ്മയെ കളിയാക്കുന്നുണ്ട്. അതിനും പറഞ്ഞു അതിനെന്തോ നീ എടുത്തിടടി എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നുണ്ട് അമ്മ ധൈര്യമായിട്ട് കളിച്ചോളാം പറഞ്ഞു. അങ്ങനെ തിരുവാതിരയുടെ സ്റ്റെപ്പൊക്കെ കുറേ കളിച്ചു. പിന്നെ എന്തുവാ അച്ചാമ്മയും അമ്മാമ്മയും മക്കളും ഒന്നും ഒട്ടും മോശമല്ലല്ലോ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ആ ഒരു അമ്മയുടെ ആ ഒരു കലാവിരുദ്ധ എല്ലാ കൊച്ചുമക്കൾക്കും കിട്ടിയിട്ടുണ്ട്. കളിക്കുന്ന കണ്ടില്ലേ, പൊടിവാവ എന്ന് കളിക്കുന്ന കണ്ടില്ലേ. ഇവർ ഈ വലിയവർ കളിക്കുന്നതിനേക്കാളും എല്ലാം നല്ലതായിട്ടാണ് പൊടിവാവ കളിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടെങ്കിൽ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.